2024 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാനം ലഭിച്ച കവി. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? ഉത്തരം പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ. അദ്ദേഹത്തിൻ്റെ രൗദ്രസാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം സക്കറിയാണ്. സക്കറിക്കാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സക്കറി. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് അർഹനായത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നതാണ് ചോദ്യം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം M മുകുന്ദനാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ PN പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് ഇയ്യങ്കോട് ശ്രീധരനാണ്. PN പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് ഇയ്യങ്കോട് ശ്രീധരൻ. 2024 പാചക ഒളിമ്പിക്സിൽ സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി. 2024 പാചക ഒളിമ്പിക്സിൽ 1 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ആര് എന്നാണ് ചോദ്യം. ഉത്തരം ഷെഫ് ശ്രേയ അനീഷ്. ഷെഫ് ശ്രേയ അനീഷാണ് ഉത്തരം. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാ മത്സരമാണ് പാചക ഒളിമ്പിക്സ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചകകലാ മത്സരമാണ് പാചക ഒളിമ്പിക്സ്. അത് 2024 1 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ഷെഫാണ് ശ്രേയ അനീഷ്. ഇനി അടുത്ത ചോദ്യം, മലയാളത്തിലാദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി ലഭിച്ചത്. മലയാളത്തിലാദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി ലഭിച്ചത് മഞ്ഞുമ്മൽ ബോയ്സാണ്. മഞ്ഞുമ്മൽ ബോയ്സാണ് ഉത്തരം. മലയാളത്തിലാദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി ലഭിച്ചത് മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റിക് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറാണ് PR ശ്രീജേഷ്. ഉത്തരം PR ശ്രീജേഷാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ. മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം കൂടി PR ശ്രീജേഷ് മുമ്പ് നേടുകയുണ്ടായി. ഇനി 1950 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ച ആകാശവാണി നിലയം ഏത് എന്നാണ് ചോദ്യം. 1950 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ച ആകാശവാണി നിലയമാണ് തിരുവനന്തപുരം ആകാശവാണി നിലയം. അത് 75ാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. 75ാം വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണി നിലയമാണ് തിരുവനന്തപുരം ആകാശവാണി നിലയം. ഇനി അടുത്ത ചോദ്യം, അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ല. അർഹരായ മുഴുവൻ വോട്ടർമാരെയും വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ല. ഉത്തരം കണ്ണൂരാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ ജില്ല. ഇനി അടുത്ത ചോദ്യം, പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചതാർക്ക്? പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം KR മീരയാണ്. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയാണ് ഈ അവാർഡ് നൽകുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം, അതായത് നഫിസ്. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റമാണ് കുറ്റകൃത്യങ്ങൾക്ക് ശേഷം നാട് വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം. അടുത്ത ചോദ്യം,
മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. ഉത്തരം നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. ദേശീയ അന്വേഷണ ഏജൻസി, അതായത് NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവനായിട്ടുള്ള സദാനന്ദ് വസന്ത് ആണ് ഉത്തരം. സദാനന്ദ് വസന്ത് ആണ് NIA പുതിയ ഡയറക്ടർ. NIA തന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് സുരേഷ് രാജ് പുരോഹിതാണ്. ഇനി ഒളിമ്പിക്സ് ജൂറി അംഗമാകുന്ന ആദ്യ ഇന്ത്യൻ വനിത. അവർ പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായിട്ടാണ് ജമ്മു കാശ്മീർ സ്വദേശിനിയായിട്ടുള്ള ബിൽക്കീസ് മിറാണ് ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കീസ് മിർ. അടുത്തത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതനായത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ ഷെയ്ഫാലി ബി ശരനാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വന്നവിടെ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വന്നത് എവിടെ എന്നാണ് ചോദ്യം. ഉത്തരം തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ സ്ഥാപിതമാണ്. ഇനി അടുത്ത കാലത്ത് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽസ്. പുതിയ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരാണ് അഗ്നി പ്രൈം. ഇനി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ദേവിക. ആണ് ദേവിക. ഇനി അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവൻ ദേവുലരി ആണ് ഉത്തരം. ഇന്ത്യൻ വംശജനായ പവൻ ദേവുലരി. ഇനി ലോകവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ അറിയപ്പെടുന്നത് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ. ഇനി ലോകവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി. ഉത്തരം ക്രിസ് ബ്രൗൺ ആണ്. പോയിന്റ് നിമോയിലെത്തുന്ന ആദ്യ സഞ്ചാരിയാണ് ക്രിസ് ബ്രൗൺ. ബ്രിട്ടീഷ് സഞ്ചാരി വ്യവസായമായ ക്രിസ് ബ്രൗൺ ആണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി. ഇനി അടുത്ത ചോദ്യം, ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും 1ാം സ്ഥാനം നേടിയത്. നേടിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഫിൻലൻഡാണ്. ഇതിൽ ഇന്ത്യയുടെ 143 രാജ്യങ്ങളുടെ പട്ടിക ഇന്ത്യയുടെ സ്ഥാനം 126. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതായത് അന്താരാഷ്ട്ര നാണയ നിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം, അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമായി അറിയപ്പെടുന്നത് ദക്ഷിണ സുഡാനാണ് ഉത്തരം. ലോകത്തെ അതിദരിദ്ര രാജ്യമായി അറിയപ്പെടുന്നത് ദക്ഷിണ സുഡാൻ. ഇനി അടുത്ത ചോദ്യം, വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. ലോകവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ജുഡിത്ത് സുമിൻവ ടുലുക. ഇനി 32 അംഗരാജ്യങ്ങളുടെ സൈനിക സഖ്യമായ നാറ്റോ 75ാം വാർഷികം ആഘോഷിച്ചത് എവിടെ വെച്ച് എന്നാണ് ചോദ്യം.
32 രാജ്യങ്ങളുടെ സൈനിക സഖ്യമായ നാറ്റോ തൻ്റെ 75-ാം വാർഷികം ആഘോഷിച്ചത് ബ്രസൽസിൽ വെച്ചാണ് ആഘോഷിച്ചത്. ബ്രസൽസ് ആണ് ഉത്തരം, ബ്രസൽസ്. ഇനി 2024 ഫോബ് മാസികയുടെ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥനായ ബെർണാഡ് അർണാൾട്ടാണ് ഒന്നാം സ്ഥാനത്ത്. ബെർണാഡ് അർണാൾട്ടാണ് ഒന്നാം സ്ഥാനത്ത്. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബെർണാഡ് അർണാൾട്ടാണ് ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. അദ്ദേഹം ലൂയി വിട്ടൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ്. ഇനി ഇലോൺ മസ്ക് 2ാം സ്ഥാനത്തും ജെഫ് ബെസോസ് 3ാം സ്ഥാനത്തുമാണ്. ഇലോൺ മസ്ക് 2ാം സ്ഥാനത്തും ജെഫ് ബെസോസ് 3ാം സ്ഥാനത്തുമാണ് ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയവർ. 2024 ആബേൽ പുരസ്കാരം ലഭിച്ച ഗണിതശാസ്ത്രജ്ഞൻ. 2024 ആബേൽ പുരസ്കാരം ലഭിച്ച ഗണിതശാസ്ത്രജ്ഞനാണ് മൈക്കൽ തലാഗ്രാൻഡ് ആണ് ആബേൽ പുരസ്കാരം ലഭിച്ച ഗണിതശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻഡ്. മാലദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്ന പേര്. മാലദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്ന പേരാണ് ദോസ്തി 16 മാലദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം. ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിലെ കിരീടം നേടിയത്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 2ാം സീസൺ കിരീടം സ്വന്തമാക്കിയത്. ഉത്തരം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സാണ്. ഉത്തരം. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് തോൽപ്പിച്ചത്. മുംബൈ ഇന്ത്യൻസാണ് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ആദ്യ കിരീടം നേടിയത്. മുംബൈ ഇന്ത്യൻസ്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടത്തിൽ 2ാം സീസൺ കിരീടം നേടിയത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സാണ്. തോൽപ്പിച്ചത് ഡൽഹി ക്യാപിറ്റൽസിനെയാണ്. ആദ്യമായി കിരീടം നേടിയ ആളാണ് മുംബൈ ഇന്ത്യൻസ്. ഇനി അടുത്തത് 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നത് ശ്രീലങ്ക. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം വിജയ് ഛേത്രിയാണ്. ഉറുഗ്വേയിലെ കൊളോൺ ഫുട്ബോൾ ക്ലബ്ബിന് വേണ്ടിയാണ് കളിക്കുന്നത്. വിജയ് ഛേത്രി കളിക്കുന്നത്. ഇനി അവസാന ഭാഗത്ത് പ്രധാന നിര്യാണങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് ബന്ധപ്പെട്ട മേഖല എന്ന് ചോദിച്ചാൽ നാവികസേനയുടെ മുൻ മേധാവിയാണ്. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനാണ്. നാവികസേന മുൻ മേധാവി, അതുപോലെ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ് അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ്. അടുത്ത കാലത്ത് അന്തരിക്കേണ്ടത്. ഇനി എൻ രാധാകൃഷ്ണൻ നായർ ബന്ധപ്പെട്ട മേഖല. അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി, വാഗ്മിയും എഴുത്തുകാരനുമാണ്. ടി എൻ പ്രകാശ്. ഇനി അടുത്തത് ടി എൻ പ്രകാശാണ്. ടി എൻ പ്രകാശ് കഥാകൃത്ത്, നോവലിസ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയാണ് ടി എൻ പ്രകാശ്. കഥാകൃത്ത്, നോവലിസ്റ്റ്, അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയാണ് ടി എൻ പ്രകാശ് എന്നത് മറക്കാതെ. രവീന്ദ്രൻ ബന്ധപ്പെട്ട മേഖലയാണ് ചോദിക്കുന്നത്. കലാമണ്ഡലം രവീന്ദ്രൻ ബന്ധപ്പെട്ട മേഖല കൂടിയാട്ടം കലാകാരനാണ് കലാമണ്ഡലം രവീന്ദ്രൻ. പീറ്റർ ഹിഗ്സ് ബന്ധപ്പെട്ട മേഖലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2013 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവാണ്. അതുപോലെ ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ ദൈവഗണത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് പീറ്റർ ഹിഗ്സ്. 2013 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവും അതുപോലെ ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് പീറ്റർ ഹിഗ്സ്. ഇത്രയുമാണ് പ്രധാന കറണ്ട് അഫയേഴ്സ്, ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ്. നന്ദി, നമസ്കാരം.